ഹായ് ഗായ്സ്, വെൽക്കം ടു വയനാട്. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഒരു വ്ളോഗിങ് ഒക്കെ ചെയ്യുന്നത്. ഈ യാത്ര കുറച്ച് ഡിഫറെൻ്റ് ആണ്. എൻ്റെ ഫാമിലി കൂടെയാണ്. ഒരു കല്യാണമൊക്കെ കഴിച്ച് ഒരു ടൂർ പോകാനുള്ള പ്ലാനിങ്ങിലാണ്. ഇപ്പോൾ വയനാട് എത്തിയിട്ടുണ്ട്. ചെറുപ്പം മുതലേ ഭയങ്കര ആഗ്രഹമായിരുന്നു വയനാടൊക്കെ വരണമെന്നുള്ള. ഇപ്പോൾ വയനാട് എത്തിയിട്ടുണ്ട്. വയനാട് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണണം. ഇതാണ് നമ്മൾ നിന്ന റിസോർട്ട്. അത്യാവശ്യം നല്ല റിസോർട്ടാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ നമ്മള് പോവാണ് ഗൈസ്, വയനാട് നിന്ന് പോവാണ് അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കാൻ വേണ്ടി. ഏടക്ക് പോകുന്നത്? മസനഗുഡിയാ. എല്ലാരും മസനഗുഡി പോകണമെന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല മസനഗുഡി എങ്ങോട്ട് എങ്ങനെ പോകണമെന്ന്. എല്ലാരും പൊട്ടം വരില്ല. ഗേറ്റ് തുറക്കാനല്ല നീ നമ്മളെ പാക്കേജ് ഗൈസ്. ഇപ്പോൾ ഒരു ഊട്ടിയിലെ ഒരു ചെറിയ ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ നമ്മൾ നിർത്തിയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയാണ്. പക്ഷെ അവിടെ കാണുന്നില്ല, ഹോട്ടലൊന്നും ഇല്ല. അവിടെ ഒരു കുഗ്രാമത്തിലാണ് നമ്മളുള്ളത്. പക്ഷെ നല്ല വ്യൂ ആണ് കാണുന്നില്ല. ഈ സ്ഥലത്ത് എനിക്ക് എടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ കയ്യിൽ 5 പൈസ ഇല്ല, അത്രേ ഉള്ളൂ. നമ്മളെ നാട്ടിൽ പോലല്ല, കുറച്ച് മധുരമുണ്ട്. എനിക്ക് ഒന്ന് പഞ്ചസാര ഇട്ടിട്ട് കൊണ്ടുവരുന്ന തോന്നുന്നു. ഇത് തേനായിരിക്കും അല്ല, തേനി പ്ലേസിൽ തേനിട്ടുണ്ടാവും. രാവിലെ ഫുഡൊന്നും വെച്ചില്ല. ബത്തൊക്കെ ഒന്നാക്കിയാലോ? ബത്തൊക്കെ ഫസ്റ്റ് നിനക്ക് വേണ്ട തരൂല. അപ്പൊ നമുക്ക് തണ്ണിമത്തനൊക്കെ നമുക്ക് കഴിച്ച് ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു തണ്ണിമത്തൻ? തണ്ണിമത്തൻ ഭയങ്കര മധുരം ഉണ്ടായിരുന്നു. എനിക്കൊന്നുമില്ല, ഈ തണ്ണിമത്തൻ ഉണ്ടാക്കുന്ന സൈഡില് ഷുഗർ കെയിൻ ഉണ്ടായിരുന്നു. തീർച്ചയായും അതുകൊണ്ടായിരിക്കും അങ്ങനെ അത്ര മധുരം ഉണ്ടാവുന്നത്. സാധാരണ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ മധുരം ഒന്നും ഇല്ല. നമ്മൾ പഞ്ചസാര അധികം ഇടുന്നത്. ഇത് പഞ്ചസാര പഞ്ചസാര ഇല്ലാതെ തന്നെ ഇങ്ങനെയുണ്ട്. എന്താണ് അതിന്റെ ഒരു അഭിപ്രായം? എന്താണ് അതല്ല, ഞാൻ പറഞ്ഞ കാര്യം ശരിയായിരിക്കും. ചിലപ്പോ തീർച്ചയായും അണ്ണൻ എന്തെങ്കിലും സിറിഞ്ച് കുത്തി വെച്ചിട്ടുണ്ടാവും. എന്റെ അണ്ണന് സിറിഞ്ച് കുത്താൻ സമയമില്ലല്ലോ. അപ്പൊ എന്താ ചെയ്യാ? കഴിച്ചിട്ടുണ്ടോ? അപ്പൊ നമുക്ക് പോയിട്ട് ചോദിക്കാം. ഹായ് ബ്രോ, കേരളത്തിൽ നിന്നാണോ? ഇപ്പൊ ഞാൻ ഒരു തണ്ണിമത്തൻ തന്നില്ലായിരുന്നു, അതെങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ ഇഷ്ടം 2 വാക്കെന്ന് പറയാമോ? തണ്ണിമത്തന് കേരളത്തിൽ കിട്ടുന്ന പോലല്ല, ഭയങ്കര മധുരമായിരുന്നു. തീർച്ചയായും എനിക്ക് തോന്നുന്നില്ല ഇത് ഷുഗർ കെയിന്റെ അടിയിൽ നിന്ന് ഉണ്ടാക്കുന്നതായിരിക്കും. അതാണ് അതിനെ കൊടുക്കുന്നത്. കേരളത്തിലെ പഞ്ചസാരക്ക് ഇത്ര മധുരം ഉണ്ടാവില്ല. പഞ്ചസാരക്ക് വില അധികമാണ്, അതുകൊണ്ടാണ് അങ്ങനെ. പഞ്ചസാര ഉണ്ടാക്കുന്ന തന്നെ മറ്റേ തണ്ണിമത്തനായിരിക്കും. അത്രയും മധുരം ഉണ്ടായിരുന്നു, ഭയങ്കര. ഇത്ര നല്ല ചൂടിലും ഇത്ര നല്ല തണുപ്പ് കാണാനുള്ള കാരണം എന്താണ്? ഊട്ടിന്റെ ആ ഒരു ക്ലൈമറ്റ് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ക്ലൈമറ്റ് ഇപ്പൊ ജാക്കറ്റ് ഉണ്ട് ആവശ്യമില്ല ഇപ്പൊ. തീർച്ചയായും. പക്ഷേ കുറച്ച് അപ്പുറം എത്തിക്കഴിഞ്ഞാൽ ജാക്കറ്റ് ആവശ്യമുണ്ടാവും. തീർച്ചയായും. ഞാൻ എടുത്തത് ഫ്രൈഡ് റൈസ് ആണ്, നല്ല ഉണ്ട്. അടുത്ത ബിരിയാണി നല്ല ഉണ്ട്. ബിരിയാണി ഉണ്ട്. ബിരിയാണി ഇല്ലേ, ബിലോപ്പ ഒട്ടും ഇത്രയും വേണം. പിന്നെ ഫ്രൈഡ് റൈസ് അതും പോരാ. പിന്നെ മിന്റ് ലൈമില്ല ഹോട്ടലൊന്ന്. ഇതൊരു എന്താ പറയുന്ന ചായ ഗ്ലാസ് അല്ല, കരിമീൻ ജ്യൂസ് പോലെ ഉണ്ട്. അങ്ങനെയുണ്ട്. മധുരം ബിരിയാണി. തീർച്ചയായും ബിരിയാണിന്റെ കാര്യം പറയും. ബിരിയാണി ഭയങ്കര ഉറപ്പ്. ഞാൻ നാടൻ കോയിന്റെ കാല് പോലെ ഉള്ളത്. മലബാറിൽ നിന്ന് കയറിയിട്ടാണെന്ന് കേരള ഹോട്ടലിൽ നിന്ന് വിചാരിച്ചു. പക്ഷെ ഇത്ര പ്രതീക്ഷയില്ലല്ല, ഇത്രയും രുചിയായിട്ട് കാണുന്നില്ല. നമ്മളിത് ഊട്ടി പോകുന്ന ഒരു വഴി വെച്ച് നമ്മളൊരു സ്ഥലം കാണും. അപ്പൊ എന്താണ് ഈ സ്ഥലത്തിനെ കുറിച്ച് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? മരത്തിന് വിലയില്ല എന്നാണ് നാട്ടിൽ പൊതുവെ പറയാം. അതിനെക്കുറിച്ച് കത്തിച്ചു കഴിഞ്ഞാൽ കത്തിക്കാൻ തന്നെ പറ്റില്ല തോന്നുന്നു. പിന്നല്ല മരോ എന്തുകൊണ്ടാണ് താങ്കൾ എക്സ്പോർട്ട് ചെയ്യാൻ വിവരിച്ചത്? ആൾക്കാരെ പറ്റിക്കാലോ.
നമ്മളിതാ ഇങ്ങനെ പോകുന്ന രീതിയിൽ ഒരു കുരങ്ങനെ കിട്ടിയിട്ടുണ്ട് അവിടെ, ഒരു മലയാളി കുരങ്ങൻ. ഹായ് കുരങ്ങൻ. ഭയങ്കര ദേഷ്യം വന്നിട്ടുണ്ട് ഈ കുരങ്ങനെ. പിന്നെ ഭയങ്കര വ്യൂ ആണ് കാണുമ്പോൾ, ഭയങ്കര വ്യൂ ആണ്. പക്ഷെ ഈ മരത്തിന് ഒരു വിലയില്ല, അതേ ഉള്ളൂ പ്രശ്നം. ബാക്കിയൊക്കെ ഓക്കെയാണ്. ഞാൻ വിചാരിച്ചു ഭയങ്കര തടിയാണ്, തടിയൊക്കെ ഓക്കെ ആണെങ്കിലേ ആനന്റെ സൈസിലുള്ള തടിയൊക്കെയാണ്. ആനയേക്കാളല്ല ഓക്കെ. ഇത് കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ നട്ടിട്ട്. ആൾക്കാരൊക്കെ ഉണ്ട്, കുറെ ആൾക്കാരുണ്ട് ഇവിടെ നിർത്തിയിട്ടൊക്കെ. പക്ഷെ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലേ, എവിടെയോ ഒരു തകരാറ് പോലെ. നല്ല രസമുണ്ട് കാണാൻ. അത്രേ ഉള്ളൂ ഗായ്സ്. സുഫിയാൻ എന്തോ അടിക്കുന്നുണ്ട്. സുഫിയാൻ മറന്നു പോയത്. എന്താ സുഫിയാൻ എന്ത് തപ്പുന്നത്? ഈ വയൽ വെച്ചാണോ അണ്ടർവെയർ തപ്പുന്നത്? രാത്രി എന്ത് വഴി? രാത്രി തപ്പാൻ പാടില്ലേ? Another post. സുഫിയാൻ നെക്സ്റ്റ് ഷാറുഖ് ഖാൻ ഇട്ടോ. ഷാറുഖ് ഖാനെ പോസ് ഇട്ടോ. പൊക്കവർ ഭയങ്കര പൊക്കവാ. പൊക്കവറിലില്ല, ഒരു വയസ്സ് മാത്രം വെച്ചിട്ടുള്ളൂ. No 200. This is 20. 20 ആണെങ്കിൽ ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി ഇല്ലാണ്ട് വിൽക്കാൻ പറ്റില്ലല്ലോ. ക്വാളിറ്റി ഇല്ല. ഇത് ഇന്ത്യൻ സെറ്റ്, ഇതിനേക്കാൾ കൊള്ളാം ചൈന സെറ്റ്. ഒന്ന് പൈക്കുന്നുണ്ട്, അതുകൊണ്ട്. വേറെ ഐസ്ക്രീം കുറിച്ച് 2 വാക്ക്. ഐസ്ക്രീം എങ്ങനെയുണ്ട്? തീരെ പോക്ക്. ഇതിനേക്കാൾ പോക്കല്ലേ? രണ്ടാള് വിട്ട അപ്പൊ പ്രശ്നമില്ല, എനിക്ക് സമാധാനം. ഇപ്പൊ എനിക്ക് ആശ്വാസമുണ്ട്. ഹോംമെയ്ഡ് വരുമ്പോ നല്ല സാധനം എന്ന് പറഞ്ഞു, ഒരുമാതിരി അമ്മയുടെ ആക്കി പോയി. ഇങ്ങനെ ഒരു കാറിൽ പോകുമ്പോ ഒരു 5 ഗേൾസ് ഉണ്ടോ? ഞാൻ ഇവിടെ നിൽക്കുമ്പോ 5 ഗേൾസ് ആരാ നോക്ക? എന്നെ ഐസ്ക്രീം ഹോംമെയ്ഡ് ഐസ്ക്രീം ഇങ്ങനെ പോയില്ല. ഗായ്സ്, ഊട്ടിയിലെ കാഴ്ചയാണ്. ഊട്ടിയിലെ ബോർഡറിലൊക്കെ എത്തിയപ്പോൾ നല്ല പോത്തിന്റെ കാഴ്ചയാണ് ഇപ്പൊ വരുന്നത്. കൊറേ ഉണ്ട്. നാസർ, മുഹമ്മദ്, ഖാദർ, അമീദ് ഒക്കെ പോകുന്നുണ്ടായില്ലേ? ഭയങ്കര വ്യൂ ആട്ടെ ഇത്. ഭയങ്കര ഇഷ്ടപ്പെട്ട്. സൺ കിസ് എങ്ങുന്നുണ്ട്. ഒരു കാപ്പി കുടിക്കാൻ നിർത്തിയാണ്. നോക്കിക്കേ, ഓപ്പോസിറ്റ് സൈഡ് നന്നായിട്ട് ബാർഗെയിൻ നടക്കുന്നുണ്ട്. ആഹാ, 10-നൊക്കെ ഭയങ്കര റേറ്റ് ആണെന്ന് തോന്നാറില്ല. ഭയങ്കര ബാർഗെയിൻ. ഇതുവരായിട്ട് സെല്ലാക്കിയിട്ടില്ല. അരമണിക്കൂറായി ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ബാർഗെയിനിങ് മാത്രം, ഓൺലി ബാർഗെയിനിങ്, നോ സെല്ലിംഗ് എന്ന് പറഞ്ഞു. ഗായ്സ്, ഇതാണ് നമ്മളെ റൂം ഇന്നത്തെ. കുഴപ്പമില്ല, നല്ല റൂമാണ്. പിന്നെ ഇനി ഗൈസ് അങ്ങനെ നമ്മൾ ഒരു 6-6:30 റീച്ചായി. പിന്നെ കുളിച്ച് നാളെ ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഊട്ടിയിൽ ഇത്ര തണുപ്പെന്ന് വിചാരിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ച് ആദ്യം ഫാനും എ സി ഒന്നും ഇല്ലല്ലോ എങ്ങനെയാണ്. പക്ഷെ റൂമിലെത്തിപ്പിന്നില്ല, ഒരു രക്ഷയില്ല. തണുപ്പെന്ന് പറഞ്ഞാൽ ജാക്കറ്റ് ഇല്ലാണ്ട് സെറ്റാവുകയേ ചെയ്യില്ല, അത്രയും തണുപ്പ്. പിന്നെ കുളിച്ചിട്ടില്ല, കുളിച്ച് ഇറങ്ങുമ്പോൾ അതിനേക്കാൾ അപ്പുറത്തെയാണ്. ഭയങ്കര തണുപ്പാണ്, ഒന്നും സഹിക്കാൻ പറ്റാത്ത തണുപ്പ്. പിന്നെ ഇനി ഫുഡ് കഴിക്കാനുള്ള ഭയങ്കര വിശപ്പുന്നുണ്ട്. ഫാത്തിമക്കെല്ലാം പറ്റിയിരിക്കുന്നുണ്ട് പറഞ്ഞ് വിശന്നിട്ട്. സുഫിയാൻ എന്ത് പറയാനുള്ളത്? ഭയങ്കര തണുപ്പ്. ഏകദേശം എന്താ പറയാ, റൂമിൽ കയറിയപ്പോഴും തണുപ്പൊന്നല്ല, ഭയങ്കര തണുപ്പാണ്. എന്താ ഇപ്പൊ പറയാ, ഒരു ഹീറ്റർ വെക്കണം റൂമിന്റെ ഉള്ളിൽ. ഹീറ്റർ വെക്കണം, അത് അതിന്റെ ഒരു കുറവുണ്ട്, ചെറിയ അതേ കുറവില്ല, അതേ ഉള്ളൂ. ബാക്കിയെല്ലാം ഒക്കെയാണ്. ക്യാമറക്ക് കാണിക്കാൻ വേണ്ടിട്ട് കണ്ണോളാൻ വേണ്ടിട്ട്. അപ്പോ ഫുഡ് കഴിക്കാൻ പോകുന്നു ഗൈസ്.
സുഫിയാന്റെ മണ്ടത്തരം എന്താണ്? സുഫിയാൻ എന്തേ പറ്റി? പൈപ്പ് ഉണ്ട് ഷവറിലിട്ടിന് ഭ്രാന്ത്. നല്ല ഔട്ട്ഫിറ്റ് സെറ്റ് ആയിട്ട് പോയി. ഏത് ഡ്രസ്സാണ്? ബക്കറ്റില് വെള്ളം പിടിക്കാൻ നോക്കിയ സുഫിയാൻ നോക്കുമ്പോ ഷവർ തിരിച്ചുപോയി. ആകെ കോയി പോലെ പോയി, നഞ്ഞിട്ട് കോയി പോലെ പോയി. ബാക്കിയില്ലേ ഇതാ. കൊറേ സമയമായി ഏതോ ചാവി ഇട്ടിട്ട് തിരിക്കുന്നുണ്ടായിന്. ഇപ്പൊ കറക്റ്റ് ചാവി കിട്ടി സുഫിയാന്. അല്ല ഇതുമല്ലോ ഇത് നേരെ വണ്ടിന്റെ ചാവി ഇട്ടിരിക്കുന്നുണ്ടായി. കുറച്ച് കഷ്ടപ്പെട്ടേന്. കാറില്ല ഡോറിന്റെ എല്ലാം പോയിട്ടുണ്ട്, ഇതിന്റെ കണ്ണൻസിലൊക്കെ പോയിട്ടുണ്ട്. ഫാത്തിമാക്ക് നാണക്കേടാന്നല്ലോ. പാത്തു മുഖം കാണിക്കാറില്ല, കാരണം മുഖം ഭയങ്കര മോശം എന്ന് പറയുന്നു ഫാത്തിമാക്ക്. അതെ, കുരങ്ങനെ മാതിരിയാണ്. നിനക്ക് ഇനി എന്തോ പറയാനുണ്ട് സാറിന്? എന്തോ പറയാനുണ്ട് സാർ? പറയും. നമ്മളിപ്പോ ഡയറക്റ്റ് വിടാല ഫുഡ് കഴിക്കാൻ വേണ്ടി. നാട്ടിലേക്കോ? നാട്ടിലേക്ക് എത്താലേ ഇപ്പൊ. നീ എന്താ ടൈം ആക്കുന്ന? ഏതെങ്കിലും കൊക്കയില് പറയൂ. സുഫിയാന് ഏത് നേരത്തും സൺഗ്ലാസ് ഉപയോഗിക്കും, രാത്രി കാണുമ്പോ പണ്ട് ഒരു എനിക്ക് കുറച്ച് സൗന്ദര്യം അധികം തന്നു. ഓക്കെ, അള്ളാഹുവിനോട് പറഞ്ഞ കാര്യം കാണുന്നുണ്ട്, ഞാൻ സൗന്ദര്യമൊക്കെ കാണുന്നുണ്ട്. തീർച്ചയായും. ഇനി വണ്ടി എടുത്തോളൂ. നമ്മൾ പോവാ അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെ? ശരിയാണ്, ഇത്രയും നല്ല ഒരു ഡ്രൈവർ 2 തവണയാണ് നമ്മൾ കുത്താനായത്. ഒന്നുമില്ല, ഇങ്ങോട്ടോക്കെ പറയൂ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാം, 2 ഉറങ്ങാം. രാവിലെ പൊകല പോകുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടാ പക്ഷെ ഇതാ ആനിമൽസ് ആയ കുരങ്ങന്റെ വായിൽ നിന്ന് പുക പോകുന്നില്ല. ഗൈസ്, ആ പുകയുടെ സ്മെല്ല് ഇവിടെ അടിക്കുന്നുണ്ട്. ഇത് വണ്ടിന്റെ സ്മോക്കല്ല. ഇതാണ് ഊട്ടിയിലെ രാത്രി വ്യൂ. പക്ഷെ രാത്രി കാണൂല ഗൈസ്, ക്യാമറയിലെ വെളിച്ചത്തിൽ കാണൂല. ഫ്രണ്ടിന്റെ പേരെന്ത്? അനാൻഷ. അണ്ണൻഷായിരിക്കോ? അനാൻഷായിരിക്കല്ല. ഇവിടെ ഗൂഗിൾ പേയും ക്യാഷ് പേ എല്ലാം ഫുൾ ഓഫർ അല്ല, 30%. അപ്പുറം ഉണ്ടല്ലോ ഓഫർ 30%. ഫുഡിന് ഫുഡ് എങ്ങനെ ഉണ്ടോ നോക്കാം. ഈ റെസ്റ്റോറന്റിനാ മജ്ലിസ് എന്ന് പറഞ്ഞിട്ട് ഈ സീറ്റാണുള്ള. ഞാൻ വിചാരിച്ച് നിലത്തിരിക്കേണ്ടി വരും. ആളെടുത്തോ. സുഫിയാനെ, മജ്ലിസിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? മജ്ലിസിൽ പറഞ്ഞ മാതിരി നമ്മുടെ മൂപ്പര് പറഞ്ഞ മാതിരി ഇരുന്നുണ്ടായിരുന്നു, കസാലിൽ ഇരുന്നിട്ട് അവസ്ഥയായി. നമ്മളെ മജ്ലിസ് എന്ന് പറയുമ്പോൾ വിചാരിച്ചെന്താണ് സാധാരണ നമ്മള് അത് ഒരു മജ്ലിസൊക്കെ കഴിച്ച് അങ്ങനെ തിന്നാന്ന് വിചാരിച്ച്. ഇന്ന് എനിക്ക് നോമ്പുണ്ടായിരുന്നു, പക്ഷെ ആ നോമ്പ് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ ഉച്ചവരെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇന്ന് ഫുള്ളായി. അൽഹംദുലില്ലാഹ് റാഹത്താണ്. ഇന്ന് എന്ത് കഴിക്കാൻ പോകുന്നത്? ഇന്നിപ്പോ കഴിക്കാൻ പോകുന്നത് നമ്മുടെ ആശാൻ ഓർഡറാക്കിയിട്ടുള്ള എന്താ വെച്ചാല് ഒരു ഫുള്ള് ഗ്രില്ലും റുമാൻ റൊട്ടിയാണ്. അല്ല, റുമാൻ റൊട്ടിയല്ല. അല്ല, നീ ആശാൻ പറയുന്നുണ്ട്. ആശാൻ എന്ന് പറയുമ്പോ ആശാൻ എന്ന് പറയുമ്പോ ആശാനാക്കി അയ്യാശാൻ. എന്ത് പറഞ്ഞു? ഭയങ്കര തേന് പോലെ ഉണ്ട്. തേനും പാലും വീഴുന്നത് ആ കൗസറിന്റെ മുൻചാൻ എനിക്ക് അല്ല തന്നിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് ഏത് ദിവസം ഞാനൊന്ന് ഇങ്ങനെ കണ്ണടിച്ച വളയും. അതെ അതെ. അമ്മ അതില് അത് നമുക്ക് മാറ്റി വെക്കാം. അതെ അതെ, അമ്മ ചോദിക്കാം. തീർച്ചയായും ഞാൻ അപ്പൊ തീർച്ചയായും ശേഷം നമ്മളിലേക്ക് വന്നൊരു ഡയലോഗാണ് അതെ അതെ. ഓക്കെ, അപ്പൊ അതെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. ഇപ്പൊ നമ്മൾ ഏകദേശം ഫുഡ് ഓർഡർ ആക്കിയിട്ട് എത്ര സമയം? ഒരു അരമണിക്കൂറായിരിക്കും. അരമണിക്കൂർ. നന്നായിട്ട് വിശപ്പുണ്ട്. ഞാൻ സീറ്റൊക്കെ മാറിയില്ല ഇപ്പൊ. തീർച്ചയായും വിശന്നിട്ട് സീറ്റ് മാറിയാണ്. അല്ലാണ്ട് കുരങ്ങിന്റെ ശല്യം കൊണ്ടല്ലോ. തീർച്ചയായും അങ്ങനെ പറഞ്ഞെങ്കിൽ എന്നെ രാത്രി പുറത്താക്കും. അതെ അതെ. അമ്മ എന്താണ്, അമ്മ ഇങ്ങനെ ഇവിടെ ഇരിക്കാണ്. കുറെ നേരമായി
ആ തീർച്ചയായും. ഭയങ്കര വിശപ്പുണ്ട്. അതെ അതെ. എന്റെ ഡയലോഗ് നീ കട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് 1 മണിക്കൂറിന് ശേഷം ഫുഡ് എത്തിയിട്ടുണ്ട്. നമുക്ക് 1.5 മണിക്കൂറിന്റെ അടുത്തായി. 1.5 മണിക്കൂർ അല്ലേ? അതെ അതെ അടുത്തായിട്ടുണ്ട്. കാരണം 1/2 മണിക്കൂർ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാല് 2 മണിക്കൂറാവും. തീർച്ചയായും. ആ കണ്ണ് കാണാത്തനാണ്, വയ്യാത്ത കുട്ടിയല്ലേ, അമ്മോ ക്ഷമിക്കാം, അത്രേ ഉള്ളൂ. മണിക്കൂറെ കാത്തിക്കാൻ പറ്റുമോ? നോർമലി നമുക്ക് ഗ്രില്ലിന് മുമ്പാണ് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ വരുന്നത്. ഇതിപ്പോ ഗ്രില്ല് വന്നിട്ട് ഒരു കാലം എത്തിയില്ല, 2 മണിക്കൂർ. മജ്ലിസിന്റെ പേരേ ഉള്ളൂ, വെറും മുജ്ലിസാണ്. പോയി തന്നെ വിചാരിക്കുന്നു. രണ്ടാമതും കൂടി ചൂടാക്കേണ്ടി വരും അല്ലേ ഇപ്പൊ? ആവശ്യം പോയിട്ടുണ്ട്. പിന്നെ ആവശ്യം ചാറാൻ ചാൻസ്. ഇതാണ് നമ്മൾ കഴിച്ച റെസ്റ്റോറന്റ്. ഭയങ്കര മോശമായിട്ടുള്ള പെരുമാറ്റം, ഭയങ്കര മോശമായിരുന്നു. പിന്നെ അവിടുന്ന് ഫുഡ് എന്ന് പറഞ്ഞില്ല, ഗ്രില്ലില്ല, വേറെ പോലെ ഉണ്ടായിരുന്നു, വേറെ പോലെ. ആ പിന്നെ ഒരു ഫുഡ് തരുമ്പൊക്ക് ഒരു ഇതുണ്ടാവില്ലേ ആൾക്കാര്, ഒരു സാധാരണ നോർമലി ഇല്ല, ബോസൊക്കെ ഭയങ്കര ഇതുണ്ടാവും, സ്വഭാവം ഉണ്ടാവും, സീലാക്കണോ അല്ലെങ്കിൽ കസ്റ്റമറിന് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കൊടുക്കണം എന്ന് ചിന്തിക്കും. ഇത് ഭയങ്കര മോശമായി പോയി കേട്ടാ. ഫുഡ് കൊടുക്കണോ എങ്ങനെയെന്ന് അറിയില്ല. അങ്ങനത്തെ ആള് കച്ചവടാക്കി എങ്ങനെ ഉണ്ടാവും. അതുപോലെ 2 കുതിരകൾ പോകുന്നുണ്ട്. കാണുമ്പോൾ അയാള് പിന്നെ ചോദിച്ചിട്ടുണ്ടാവും, ശേ പറയണ്ടായിരുന്നു. ആദ്യത്തെ മജ്ലിസ് ഹോട്ടല് ഫുഡെല്ലാം ഭയങ്കര മോശമായിരുന്നു. രണ്ടാമത്തെ ഹോട്ടലാണ് റൈതാൻ റെസ്റ്റോറന്റ്. നോക്കാം എങ്ങനെയുണ്ട് നോക്കാം. റെസ്റ്റോറന്റ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അന്ന് കുറച്ച് ക്യാഷിന്റെ അത്യാവശ്യമായിട്ട് അല്ല, കയറ്റത്തില് വണ്ടി വിളിക്കുന്നില്ല, അല്ലെങ്കിൽ ഓനെ വിളിച്ചാൽ മതി. തള്ളേണ്ട ആവശ്യമില്ല. ഇനി ഫസ്റ്റ് പോയ ഹോട്ടലിന്റെ ഫുഡ് എങ്ങനെ? ഫുഡ് കുഴപ്പമില്ല, പക്ഷെ അവരുടെ സ്വഭാവം അനുസരിച്ച് രണ്ടാമത്തെ ഹോട്ടലിൽ ഫുഡ് കുഴപ്പമില്ല. എന്നാ ചിക്കന് ഭയങ്കര വേറെ പോലെ ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. പിന്നെ ലേശാധികം ഉപ്പും ആവശ്യത്തിൽ കൂടുതൽ പലഹാരങ്ങൾ. ഗൈസ് അങ്ങനെ നമ്മള് ഫുഡ് കഴിച്ചു പോവുകയാണ് ഗൈസ്. നല്ല ഫുഡായിരുന്നോ? ഫൈനലി നല്ലൊരു റെസ്റ്റോറന്റിലേക്ക് എത്തി, ഫുഡെല്ലാം കഴിച്ചു. റൂമിലേക്ക് നേരെ 2 മണിക്കൂറേ ഉറങ്ങാൻ പറ്റുള്ളൂ എന്നുള്ള സങ്കടമാണ് നമുക്കുള്ളത്. വേറെ ഒന്നുമില്ല, 2 മണിക്കൂറേ ഉറങ്ങാൻ പറ്റുള്ളൂ. രാവിലെ 3 മണിക്ക് ക്യൂ നിക്കണല്ലോ, അത് ആര് നിക്കേണ്ടി വരൂ? ആരൊക്കെ വരും? ആരൊക്കെ വരൂ? എല്ലാരും ഒക്കെ വരും. ഓക്കെ ഗൈസ്, ബൈ.